നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ലിയോ 13th ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരിഷ് ക്ലബിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രിൻസിപ്പൽ ഇൻചാർജ് ജോബി ജോൺ നിർവഹിച്ചു. ആലപ്പുഴ സെന്റർ സെക്രട്ടറി തോമസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ കോർഡിനേറ്റർ എൽദോസ് കെ തങ്കച്ചൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ബാലമുരളി എന്നിവർ ക്ലാസ് എടുത്തു. NSS കോർഡിനേറ്റർ ഷേർലി, സ്കൗട്ട് ആൻഡ് ഗൈഡ് കോർഡിനേറ്റർ ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കമ്പാഷനേറ്റ് കേരളം വാക്കത്തോണിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകളും മെമന്റോയും കൈമാറി. ആൽഫ ചാവക്കാട് ലിങ്ക് സെന്റർ ഫിസിയോതെറാപ്പി സേവനം നേടുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കുമായി ഏകദിന വിനോദയാത്ര സംഘടിപ്പിച്ചു. 2 ബസ്സുകളിലായി തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് പീച്ചി ഡാമിലേക്കുമായിരുന്നു ആൽഫയൊരുക്കിയ വിനോദയാത്ര. യാത്രക്കിടെ കേരള മാപ്പിളകല അക്കാദമിയുടെ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. സെന്റർ പ്രസിഡന്റ് NK ബഷീർ, ജനറൽ സെക്രട്ടറി PC മുഹമ്മദ് കോയ, ട്രഷറർ തൽഹത്ത് പടുവിങ്ങൽ, ടൂർ കൺവീനർ AV ഹാരിസ്, ഡോക്ടർ നിമ്മി ക്ലീറ്റസ്, ഹസീന അഷ്റഫ് കുഴുപ്പന തുടങ്ങിയവരും വോളണ്ടിയർമാരും നേതൃത്വം നൽകി. കൊല്ലം സെന്റർ ഡിസംബർ 12 പ്രവർത്തനങ്ങളുടെ 1 വർഷം പൂർത്തീകരിക്കുന്നതിനോടനുബന്ധിച്ച് വിപുലമായ യോഗം വിളിക്കുന്നു. ഡിസംബർ 6 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സെന്ററിൽ ചേരുന്ന യോഗത്തിൽ കൊല്ലത്തെ പ്രമുഖരെ ക്ഷണിക്കാനും ചർച്ചയിൽ പങ്കെടുപ്പിക്കാനും തീരുമാനിച്ചു. കൺവീനർ സലീം നാരായണന്റെയും പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് തങ്ങൾ, സെക്രട്ടറി ബിന്ദു സാജൻ, PRO ഷിബു റാവുത്തർ എന്നിവരുടെ നേതൃത്വത്തിൽ ഇതിനായുള്ള പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തിയെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആൽഫ തളിക്കുളം ലിങ്ക് സെന്റർ വാർഷിക ജനറൽ ബോഡി യോഗം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 സെന്ററിൽ ചേരും. സെന്ററിന്റെ 1 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിവിധ റിപ്പോർട്ടുകൾ ഭാരവാഹികളും സ്റ്റാഫും അവതരിപ്പിക്കും. പുതിയ വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യോഗത്തിൽ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.